അവർ വടിവാൾ മാരകായുധങ്ങളുമായിട്ട് ഇവിടെ നമ്മുടെ മോട്ടോർ റേസിംഗ് നടത്തുന്ന പോലെ ഇവിടെ വന്ന് കിടന്ന് വെള്ളമുണ്ടാക്കുകയും ഇവിടുന്ന് കുറേ ആൾക്കാർ ഒരുമിച്ച് അദ്ദേഹത്തിനെ ചീത്തയും വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തല്ലാനായിട്ട് അമ്പലത്തിൽ ഓടിക്കൂടുകയാണ്, കയറിയാണ്. പൊതുജനങ്ങളെല്ലാം ഒരേ മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന സ്ഥലമാണ്. അതിന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരിക്കും ഈ മദ്യലഹരിയിൽ ഇങ്ങനെ വന്ന ഈ ചെറുപ്പക്കാർ ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അവരിപ്പോൾ തന്നെ പോലീസിൻ്റെ അവിടെ നമ്മുടെ കക്ഷികൾ ചെന്നപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ഇത് ഇവരെ തിരിച്ചറിയൽ ചോദിക്കുകയോ അല്ലേ എന്ന് പറയാനൊക്കെ ചെന്ന സമയത്ത് അവരെ അവിടെ നിന്നുകൊണ്ട് ഇവരെ ഭയപ്പെടുത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഞങ്ങൾ വെളിയിലിറങ്ങിയ ഉടനെ നിങ്ങളെല്ലാം ഞങ്ങൾ അടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കാണിച്ചു തരാം എന്നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ ഞങ്ങൾ സെക്രട്ടറി അവിടെ നിൽക്കുമ്പോൾ സെക്രട്ടറി പറഞ്ഞാണിത്. നമസ്കാരം. ക്ഷേത്രത്തിനുള്ളിൽ കയറി ലഹരി സംഘത്തിൻ്റെ ആക്രമണം, ക്ഷേത്ര ജീവനക്കാരൻ ഉൾപ്പെടെ പരിക്കേറ്റിരിക്കുകയാണ്. പത്തനംതിട്ട മേക്കുഴൂർ ഹൃഷികേശ ക്ഷേത്രത്തിലാണ് ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ ആക്രമണമുണ്ടായത്. 10ഓളം പേരാണ് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ച് ആക്രമണം നടത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റായ ശ്രീ ഗോപിനാഥൻ നായർ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായിരുന്നു സംഭവം? സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ നമ്മുടെ ഒരു സപ്തായജ്ഞം 26-ാം തീയതി മുതൽ സപ്തായജ്ഞം കഴിഞ്ഞ് 3-ാം തീയതി നമ്മുടെ തിരുത്സവമായിരുന്നു. കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു ഇവിടുത്തെ, ഒരു യാതൊരു പ്രോബ്ലം ഇല്ലാതെ. അന്ന് ആ തിരുത്സവത്തിൻ്റെ അന്ന് ഗാനമേളയുണ്ട് ഇവിടെ. അപ്പോൾ ഗാനമേള ഞങ്ങളെല്ലാ വർഷവും ഇതുപോലുള്ള സംഭവം നടക്കുന്ന പോലീസിൻ്റെ സംരക്ഷണം പിന്നെ ഞങ്ങൾ ഒരു നോർമലി അവരെ വിളിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളോ അതിക്രമങ്ങളോ ഒന്നുമില്ല. കാരണം പിന്നെ എന്താ പറയുക, ഈ ഗാനമേളയാകുമ്പം പിള്ളേർ നല്ല നല്ല പാട്ടുകൾ വരുമ്പോൾ തുള്ളലും ആടലും ഒക്കെ ഉണ്ടാകാം. ഞങ്ങൾ ഈ വർഷം അതുപോലെ തന്നെ പോലീസുകാരെ വിളിച്ചിരുന്നു, അവർ വന്നിരുന്നു. അപ്പോൾ അവരുടെ സാന്നിധ്യത്തിലായിരിക്കും അവിടെ കുറേ കുട്ടികളോ അല്ല ആൾക്കാരോ ഇതുപോലെ ആൾക്കാരായിരിക്കും എന്തോ ഈ ആട്ടോ ചാട്ടോ ഒക്കെ ഉണ്ടായി കാണാം. അത് പോലീസുകാർ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതനുസരിച്ച് അവരെന്ത് ചെയ്തത്, 1-2 പേരെ പിടിച്ച് വെളിയിൽ കൊണ്ടുപോയി പറഞ്ഞു വിട്ടു. ഇത്രയാണ് ഉത്സവ ദിവസം ഇവിടെ നടക്കുന്നത്. അല്ല ഇവിടെ യാതൊരു സംഭവം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ വൈകിട്ട് ഒരു 7:30 ദീപാരാധന 6:40 കഴിഞ്ഞു. അത് കഴിഞ്ഞ സമയത്ത് ഇവിടെ ഒരു 8-10 ബൈക്കിൽ കുറേ മദ്യലഹരിയിൽ അങ്ങേറ്റം അതിക്രമം കാണിക്കുന്ന കുറേ കുട്ടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവർ വടിവാൾ മാരകായുധങ്ങളുമായിട്ട് ഇവിടെ നമ്മുടെ മോട്ടോർ റേസിംഗ് നടത്തുന്ന പോലെ ഇവിടെ വന്ന് കിടന്ന് വെള്ളമുണ്ടാക്കുകയും പരസ്യമായി ചീത്ത വിളിക്കുകയും പറയാൻ കൊള്ളാത്ത അധിക്ഷേപങ്ങളും ചീത്തവിളിയൊക്കെ നടത്തി. ഇവിടെ കട നടത്തുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. അവളെ ചീത്ത വിളിച്ചു. അവിടെ കടയിൽ നിന്ന് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഈ ബഹളം കേട്ടുകൊണ്ട് നമ്മുടെ ക്ഷേത്ര ജീവനക്കാരന് ഇവിടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇത് എന്താ നടക്കുന്നതെന്നറിയാം. അല്ല, ഇവിടുത്തെ വഞ്ചിയിൽ നിന്ന് പൈസ എടുത്ത് സ്ട്രോങ് റൂമിൽ വെച്ചിട്ട് പുള്ളി നിൽക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ട് പുള്ളി ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഇവിടുന്ന് കുറേ ആൾക്കാർ ഒരുമിച്ച് അദ്ദേഹത്തിനെ ചീത്തയും വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ തല്ലാനായിട്ട് അമ്പലത്തിൽ ഓടിക്കൂടുകയാണ്, കയറിക്കഴിഞ്ഞപ്പോഴത്തെ പുള്ളി ബലിക്കൽപ്പരയിൽ ബലിക്കൽപ്പരയിൽ ചെന്ന് കയറി വരും. അപ്പോൾ അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്താ പറയുക, ബലിക്കൽപ്പരയിൽ നിന്ന് കഥ തുറന്ന് അമ്പലത്തിനുള്ളിലിട്ട് കയറുകയാണ്. അപ്പം പൂജാരി അവിടെ പൂജ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഹളവും എല്ലാം കേട്ട് ഞങ്ങളുടെ സെക്രട്ടറി ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി സെക്രട്ടറി ഓഫീസിൽ നിന്ന് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഇവരെ ഓടുകയോ ഒക്കെ ചെയ്യുന്നു. ഉടൻ തന്നെ പുള്ളിക്കാരന് പോലീസിനെ ഇൻഫോം ചെയ്തു. പോലീസ് ഉടൻ തന്നെ ആദ്യം താമസിച്ചില്ല, പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയം എടുത്തുള്ളൂ. പോലീസ് ഒരു 2-3 DYSPയും സർക്കിൾ ഇൻസ്പെക്ടറും ആവശ്യത്തിനുള്ള പോലീസുകാരും വണ്ടിയും എല്ലാമായിട്ട് അവരിവിടെ വന്നു. ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അവർ അന്വേഷിച്ചു, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അങ്ങനെ ഈ മേക്കുഴൂർ കരയെന്ന് പറയുമ്പോൾ വളരെ മതസൗഹാർദ്ദത്തോടു കൂടി പോകുന്ന ഒരു കരയാണ്. ഇവിടെ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ രാഷ്ട്രീയമില്ല. ഇവിടെ രാഷ്ട്രീയമില്ലെന്ന് പറയാൻ കാരണം ഇവിടുത്തെ ജനങ്ങളും, അതായത് എല്ലാ ആൾക്കാരും ഞങ്ങൾ ഒരുമിച്ചാണ് പോകാറുള്ളത്. കാരണം ഇവിടെ ഞങ്ങൾ പിന്നെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വരുമ്പം ഈ ക്രിസ്ത്യൻസോ അല്ല ഇതിലുള്ള എല്ലാ ജാതിക്കാരുടെ ഇടയിൽ പോകുമ്പോൾ അവരും വിളക്കുമൊക്കെ വെച്ച് തൊഴുത് ഞങ്ങൾ ചെല്ലുന്നവർക്കെല്ലാം വെള്ളമൊക്കെ തന്ന് വളരെ സ്വീകരണം നൽകും. അതുപോലെ തന്നെ അവരുടെ ജാഥ വരുമ്പോൾ ഞങ്ങൾ ഇത് തന്നെ ഈ അമ്പലത്തിൻ്റെ അവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പൊതുവേ മേക്കുഴൂർ എന്ന് പറയുമ്പോൾ വളരെ നല്ലൊരു സ്ഥലവും നല്ലൊരു അന്തരീക്ഷവും പൊതുജനങ്ങളെല്ലാം ഒരേ മതസൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന സ്ഥലമാണ്. അതിന് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരിക്കും ഈ മദ്യലഹരിയിൽ ഇങ്ങനെ വന്ന ഈ ചെറുപ്പക്കാർ ഇവിടെ വന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ആൾക്കാരെല്ലാം നമ്മുടെ ഈ പ്രദേശത്തുള്ളവർ തന്നെയാണെന്നാണ് അറിവ്. ഇവരെയെല്ലാം കണ്ടാൽ അറിയാവുന്നവരാണ്. ഇവരെയെല്ലാം അറിഞ്ഞിട്ടുമുണ്ട് ആരൊക്കെയാണെന്നുള്ള എല്ലാം പോലീസ് സ്റ്റേഷനിൽ ചെന്നത് കൺഫേം ചെയ്തിട്ടുള്ളതാണ്. അതനുസരിച്ച് പോലീസ് വന്ന് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പോയി ഇത് കൊടുക്കാൻ പറഞ്ഞു, കേസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ഉപദേശ സമിതിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങളിത് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ
കേസ് കൊടുത്തിട്ടുണ്ട്. അമ്പലം പിന്നെ സബ് ഗ്രൂപ്പ് ഓഫീസർ അദ്ദേഹത്തിനെ ഇവിടെ വിളിച്ചു വരുത്തി അദ്ദേഹവും പോയി ഡയറക്റ്റായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്, കേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ അടി കൊണ്ട പയ്യൻ ശ്രീജിത്ത് എന്ന് പറയും, അത് കഴകക്കാരനാണ്, അവനെയും അദ്ദേഹത്തിനെ ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇന്നലെ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇത് ചെയ്തു. ഇനി ചെയ്യേണ്ടത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ്. ഒരു കാര്യം പറയാൻ സാധ്യതയുണ്ട്, ഞങ്ങളുടെ ഒരു കാരണവശാലും ഇത് രാഷ്ട്രീയം ഞങ്ങളുടെ ഭാഗത്തൊന്നുമില്ല, ഇവിടെ ഒരു രാഷ്ട്രീയം ഇല്ല. അപ്പോൾ ഇത് മനഃപൂർവ്വം ഇപ്പോൾ ഉള്ള ഈ സൗഹാർദ്ദ അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമായിരിക്കണം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ഇനിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും സ്ട്രോങ് ആയിട്ടുള്ള നടപടി ഇതെടുത്ത് ഈ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഭയമുണ്ടോ ഇവിടെ? ഞങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ അവസ്ഥയിൽ ഭയമാണ്. കാരണം അതനുസരിച്ച് ഇന്നലെ പോലീസ് ഇവിടെ കാവലിട്ടിട്ടുണ്ട്, പോലീസുകാരുടെ വണ്ടിയുണ്ട്, എല്ലാം ഉണ്ട്. ഏത് സമയത്തും എന്ത് സംഭവിക്കാമെന്നുള്ള ഒരു അന്തരീക്ഷത്തിലാണ്. അവരിപ്പോൾ തന്നെ പോലീസിൻ്റെ അവിടെ നമ്മുടെ കക്ഷികൾ ചെന്നപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ഇത് ഇവരെ തിരിച്ചറിയൽ ചോദിക്കുകയോ അല്ലെ എന്ന് പറയാനൊക്കെ ചെന്ന സമയത്ത് അവരെ അവിടെ നിന്നുകൊണ്ട് ഇവരെ ഭയപ്പെടുത്തുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. ഞങ്ങൾ വെളിയിലിറങ്ങിയ ഉടനെ നിങ്ങളെല്ലാം ഞങ്ങൾ അടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കാണിച്ചു തരാം എന്നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തന്നെ ഞങ്ങളുടെ സെക്രട്ടറി അവിടെ നിൽക്കുമ്പോൾ ആ സെക്രട്ടറി പറഞ്ഞാണിത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ രാവിലെ ഒന്നും മദ്യലഹരിയിലൊന്നും അല്ലല്ലോ പോലീസ് കിടക്കുന്നേ, ഇന്നലെ കൊണ്ട് ചിലപ്പോൾ തീർന്നു കാണുമായിരിക്കുമല്ലോ. ഇതേ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ. ശക്തമായ പ്രതിഷേധമുണ്ടല്ലേ? ശക്തമായ പ്രതിഷേധമാണ്. ഇന്നാണ്ട് ഇപ്പം 12 മണി തൊട്ട് ഇപ്പോൾ ഹർത്താലാണ്. പിന്നെ മലപ്പുറ പഞ്ചായത്ത് ഹർത്താൽ 12 തൊട്ട് വൈകിട്ട് 6 വരെ ഹർത്താലാണ്. 4 മണി തൊട്ട് 4:30 തൊട്ട് ഞങ്ങളൊരു സംയുക്ത റാലി എന്ന് വെച്ചാൽ എല്ലാ മതക്കാരും, അത് ഭക്തജനങ്ങളും എല്ലാവരും കൂടെ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, പ്രായമുള്ളവർ എല്ലാവരും ഒരുമിച്ച് സംഘടിച്ച് നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പോലെ ജാഥ, പിന്നെ പ്രകോപനപരമായ ഒരു മുദ്രാവാക്യമൊന്നുമില്ലാതെ, നമുക്ക് അങ്ങനെയുള്ള മുദ്രാവാക്യം ഇല്ല, അമ്പലത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ജാഥ ഇവിടെ നിന്ന് പിന്നെ നമ്മുടെ പേഴുങ്കാട് വരെ പോയിട്ട് ഞങ്ങൾ മടങ്ങിയെത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രമാണ് ഹൃഷികേശ ക്ഷേത്രം. ഇന്നലെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമാണ് 10ഓളം പേര് അടങ്ങുന്ന സംഘമെത്തി ആക്രമണം നടത്തിയത്. ക്ഷേത്ര ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 8ഓളം പേർ പോലീസ് കസ്റ്റഡിയിലാണെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതേസമയം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിൽ മൈലപ്ര പഞ്ചായത്തിൽ ഇപ്പോൾ ഹർത്താൽ നടത്തുകയാണ്. ഈ ലഹരി ആക്രമണം, അത് ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാർ ഉയർത്തിയിരിക്കുന്നത്. അതിനിടയിൽ DYFI അംഗമായ ആളുകളാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ആരോപിക്കുന്നു. എന്നാൽ CPM അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ മറുപടിയില്ല, തങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലെന്നാണ് അവർ നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും ഈ ക്ഷേത്രത്തിൽ കയറി ആക്രമണം നടത്തിയ സംഭവത്തിൽ ഇപ്പോൾ മേക്കഴൂർ പത്തനംതിട്ട മേഖലയിൽ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.